ഈ അടുത്ത് ഹിന്ദിയിൽ നിന്നും പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയായിരുന്നു സയ്യാറ എന്ന് പറയുന്ന സിനിമ. മോഹിത് സൂരിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആഷിഖി 2, അതുപോലെ തന്നെ ഏക് വില്ലൻ, പഴയ വോ ലംഹെ, അങ്ങനെ തുടങ്ങി ഗംഭീര ഹിറ്റ് സിനിമകളും ഹിറ്റ് പാട്ടുകളുടെയും ഒരു സംവിധാനമായിട്ടുള്ള മ്യൂസിക് ഡയറക്ടറല്ല, എന്നാൽ പുള്ളിയുടെ പടത്തിലെ പാട്ടുകളൊക്കെ ഗംഭീര ചാർട്ട് ബസ്റ്റർ ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ടുള്ള മോഹിത് സൂരിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് സയ്യാറ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയെ കുറിച്ച് ഇപ്പോൾ ഭയങ്കരമായിട്ട് തിയേറ്ററിലേക്ക് ആളുകൾ ഓടുന്നു. ഇവിടെയൊക്കെയാണ്, ഒഡീഷ ആണെങ്കിലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിനിമ കണ്ടു. പക്ഷെ കണ്ടിട്ട് എനിക്കത് പറയാനുള്ളൊരു മനസ്സ് പോലും തോന്നാതിരുന്നത് കൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാതിരുന്നത്. എന്തായാലും ഇപ്പം ഒന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി. കാരണം കേരളത്തിലും അത് പയ്യെ ആൾക്കാരൊക്കെ കണ്ടുവരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാം എന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. സയ്യാറ, മോഹിത് സൂരിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം ഏതാണ്ട് 8 പേരോ ഏതാണ്ടുണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ്. അതിൽ പാടിയിരിക്കുന്നതായിട്ട് 10-16 പേരുമുണ്ട്. എല്ലാവരുടെയും കൂടി പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ പറ്റാതെ വരും. അത്രയും വലിയൊരു ലിസ്റ്റാണുള്ളത്. ചുരുക്കി ഞാൻ പറയാം, സിനിമ എങ്ങനെ ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറുബോറനായിട്ട് തോന്നിയ, ഒരു ഫീലും നൽകാതെ, എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് തിരിച്ചെടുത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും അത് കൊള്ളായിരുന്നു എന്ന് പറയാൻ തക്ക ഒരു സാധനവും ഇല്ലാത്ത ഒരു പടം പടച്ചുവിട്ട ഒരു അതുപോലത്തെ ഒരു സാധനമായിരുന്നു സയ്യാറ എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി. കാരണം ആഷിഖി 2 എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടും, അതുപോലെ തന്നെ ഏക് വില്ലൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടും റിപ്പീറ്റ് വാച്ച് ചെയ്യാൻ പ്രേരിപ്പിച്ച 2 സിനിമകളായിരുന്നു അത്, മോഹിത് സൂരിയുടെ തന്നെ. ആ സിനിമകൾ അത്രയും മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതേ സിനിമയുടെ അതേ കഥകൾ എടുത്ത് അതേ ഡയറക്ടർ പുതിയ 2 ആക്ട്രസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ചെയ്ത് വെച്ചൊരു, അതെല്ലാം കൂടി മിക്സാക്കി അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ രൺബീർ കപൂറിൻ്റെ റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ ഹിറ്റായിട്ടുള്ള സിനിമയെ അതിൻ്റെ കഥയും മൊത്തത്തിൽ എടുത്ത് ഇതിൻ്റെ അകത്തോട്ടിട്ട് ഒരു മിക്സാക്കിയിട്ട് നമ്മളിലേക്ക് പ്രസൻറ്റ് ചെയ്തൊരു സിനിമയാണ് സയ്യാറ എന്ന് പറയുന്ന സിനിമ. അതിൽ കൂടുതൽ ഈ പടത്തിലൊന്നുമില്ല. സിനിമ തുടങ്ങി ഒരു 5-ാം മിനിറ്റിലോ 10-ാം മിനിറ്റിലോ നമുക്ക് മനസ്സിലാവും ഇതെങ്ങോട്ടാണ് നീങ്ങി പോകുന്നതെന്നുള്ളത്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഇൻ്റർവൽ പോർഷൻ വരെ ഏതാണ്ടൊക്കെ തട്ടി നീക്കി വന്നു. ഏതാണ്ട് ഈ ഇൻ്റർവൽ വരെയും ഭയങ്കര വലിച്ചിലായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഞാൻ പല സ്ഥലത്തും ഇറങ്ങിപ്പോയാലോ അതോ സിനിമ ഇൻ്റർവൽ ഇല്ലാതെ അങ്ങ് മുമ്പോട്ട് പോവുകയാണോ, ഇതിപ്പോൾ തീരുമല്ലോ സിനിമ, കഥയുടെ ഒരു പോക്ക് കണ്ടിട്ട് ഇതിപ്പോൾ തീരുമല്ലോ എന്ന് ഓർത്ത് ഇൻ്റർവെൽ എവിടെയൊക്കെ കൊണ്ട് നിർത്തി. ഇൻ്റർവെലിന് ശേഷം ഇത് തുടങ്ങി ഒരു പോക്കാ പോയി. എൻ്റെ പൊന്നെ, ഇൻ്റർവെൽ കഴിഞ്ഞ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് ഇതാണ് ക്ലൈമാക്സ്. കറക്റ്റ് ഡിക്റ്റോ ആയിട്ട് ക്ലൈമാക്സ് അത് തന്നെയായിരുന്നു, ഒരു മാറ്റവും ഇല്ല അതിൽ. ഓക്കെ, ഇപ്പം ചില സിനിമകളിലൊക്കെ കഥകളൊക്കെ എല്ലാം സെയിം ആയിരിക്കും, മേക്കിങ്ങിലായിരിക്കും അതിൽ പുതുമ കൊണ്ടുവരിക എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ കൂടി ഇത് കഥയും സെയിം, മേക്കിങ്ങും അതുപോലെ തന്നെ. എന്നാൽ എന്തെങ്കിലും ഒരു ഇമോഷൻ വർക്കൗട്ട് ആകണ്ടേ? ഇതിനകത്ത് പ്രണയമാണ് പറയുന്നത്, പരിശുദ്ധമായ പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും, ഒരു സീനിൽ പോലും എനിക്ക് ഇത് കണക്റ്റ് ആകുകട്ടെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പോലും നമുക്കൊന്നും പറ്റുന്നില്ല. അത് നമുക്ക് ദഹിക്കത്തില്ല. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതെൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. ചിലപ്പോൾ ഈ സിനിമ നന്നായിട്ട് വർക്കൗട്ട് ആയെന്നിരിക്കും. എൻ്റെ കൂടെ വന്ന ഞങ്ങളുടെ ഓഫീസിലെ കുറച്ച് സ്റ്റാഫ്സ് എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോയത്. കൂടെ വന്നൊരു കുട്ടിക്ക് ഇത് കണ്ടിട്ട് പൂക്കുറ്റി കരച്ചിലായിരുന്നു. ചിലപ്പോൾ അവർക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവാം. എനിക്ക് പേഴ്സണലി എനിക്ക് ചിരിയാണ് വന്നത് പല സമയങ്ങളിലും. ലിറ്ററലി ചിരി വന്നു. ബ്ലണ്ടറായിരുന്നു സിനിമ എന്ന് പറയാം. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് സയ്യാറ. തിയേറ്ററിൽ പോയി വെറുതെ സമയം കളയരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി കണ്ടേ മതിയാവൂ എന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് പോവുക. പിന്നെ ഒരു പോസിറ്റീവ് പറയാനുള്ളത്, ഇതിൻ്റെ അകത്തൊരു പാട്ട് ഗംഭീരമായിരുന്നു. അത് ആ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ആ പാട്ടിനെ ഇട്ട് തിരിച്ചും മറിച്ച് ലിറിക്സ് മാത്രം മാറ്റി ആദ്യം മുതൽ അവസാനം വരെ ഓടിച്ചു. അത് മോഹിത് സൂരിയുടെ ഒരു സ്റ്റൈലിലുള്ള ഒരു പടം, ആ ഒരു പുള്ളിയുടെ സ്റ്റൈൽ സാധനം പിടിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏക് വില്ലനും ആഷിഖി 2 ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, പാട്ടിൽ കൂടി നമ്മളെ കഥ പറഞ്ഞ് ആ ഫീലിലേക്ക് എത്തിക്കുന്ന പരിപാടി. അതൊക്കെ കുറേ ട്രൈ ചെയ്തു, പക്ഷേ ഫീൽ മാത്രം വന്നില്ല. അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.